ഒരുപാട് തവണ പറഞ്ഞിട്ടാണ് ഡാർക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ടാൻ പ്ലസ് ബ്രൗൺ പ്ലസ് ബ്ലാക്ക് അങ്ങനെ ഒരു 3-4 കോമ്പിനേഷനിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ദ കംഫർട്ട് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ഹിയർ ഈസ് ജസ്റ്റ് വാവ്. അപ്പോൾ അതാണ് ട്രെൻഡിങ്. ഇങ്ങനെ ഇരിക്കാം. ഇതിനാണ് എസ് ക്ലാസ്. ആൻഡ് ആ ഒരു കംഫർട്ടിനെ കുറിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. കാരണം ഇത് യൂസ് ചെയ്ത ആളുകൾക്ക് അറിയാമെന്നുണ്ടാവും. ഞാനിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എത്ര കംഫർട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മുഖം കണ്ടതൊക്കെ മനസ്സിലുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് W222 എസ് ക്ലാസ്. അതായത് നമ്മുടെ 6th ജനറേഷൻ ആയിട്ട് വന്നുള്ള എസ് ക്ലാസ് ആയിരുന്നു. അതിൻ്റെ ഫേസ് ലിഫ്റ്റാണ് ഈ കിടക്കുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇവനെയല്ല. ആൻഡ് നമ്മുടെ ഈ എസ് ക്ലാസിൻ്റെ ഒരു കോമ്പറ്റീഷനിലുള്ള മറ്റൊരാളാണ് നമ്മുടെ പുതിയ BMW 7 സീരീസ് G70. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിന്ന് ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ 7th ജനറേഷൻ W223 എസ് ക്ലാസ് ആണ്. എസ് ക്ലാസിൻ്റെ 450 എന്നുള്ളൊരു വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഐസ്. LED ഹെഡ്ലൈറ്റ്സുകളാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ആൻഡ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് വരുന്നത് നമ്മുടെ പുതിയ ഈ കാണുന്ന BMW 7 സീരീസ് G70, പിന്നെ Audi A8 വരുന്നുണ്ട്, Jaguar XJL വരുന്നുണ്ട്. ആൻഡ് ആ ഒരു ലെവലിൽ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് 7 സീരീസും എസ് ക്ലാസ്സും ആണ്. ആൻഡ് എസ് ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതാണ്. കംഫോർട്ട് ആയിക്കോട്ടെ, പിന്നെ ഡ്രൈവിംഗ് ഡൈനാമിക്സിൽ നോക്കുകയാണെങ്കിൽ എൻജിൻ മോഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയ്ബാക്കിൽ 680 വരുന്നുണ്ട് വിത്ത് V12. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ മെയ്ബാക്ക് 680 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലുണ്ട്. നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുമ്പോൾ നമ്മുടെ ഈ ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ എസ് ക്ലാസ് ആണ്. എല്ലാവർക്കും ഓട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി നമുക്കിതാ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു കീ. and അതിൽ ആ ലോഗോ ഒരു 3D എലമെൻറ്റ് പോലെ എനിക്കതിൽ കാണുന്നുണ്ട്. ആക്ച്വലി നമുക്കൊന്നും കാണാൻ കഴിയില്ല. എൻ്റെ ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ളത്, എൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത്, മറ്റൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു സാധനം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫിനിഷിങ് നല്ല രസമുണ്ട്. നമ്മൾ ഈ ഒരു എസ് ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുമ്പുള്ള എസ് ക്ലാസ്സിൽ നിന്നും. ആൻഡ് ആ ഗ്രില്ല് എന്താ പറയുക, ഗ്രില്ലൊക്കെ അടുത്തടുത്തുള്ള ഗ്രില്ല് മാറിയിട്ട് ജസ്റ്റ് ഒരു പിയാനോ ബ്ലാക്കും ഒരു അലൂമിനിയം അല്ലെങ്കിൽ ക്രോം എലമെൻ്റൊക്കെ കൂടിയിട്ടാണ് പുതിയ ഗ്രില്ല് വന്നിട്ടുള്ളത്. ഇവിടെ ബെൻസിൻ്റെ ഒരു ലോഗോ ഇവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് മെഴ്സിഡസ് ബെൻസിൻ്റെ വേറൊരു ലോഗോ ഇവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ജസ്റ്റ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ തന്നെ ഒരു 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. അതിൻ്റെ ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എയർ ഡാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ ഫോഗ് ലാമ്പ് പോലെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു എലമെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് അവിടെയും ചെറിയൊരു അലുമിനിയം സ്ട്രിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് എലമെൻറ്റ് ഇതിലാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്. അതിൻ്റെ ഒരു 3 ഡിഫറെൻറ്റ് പാർട്ടായിട്ടാണ് ഈ ഒരു ലൈറ്റ് നൽകിയിട്ടുള്ളത്. ഡിജിറ്റൽ ലൈറ്റ്സ് ആണ്. ആൻഡ് ആ ഒരു എലമെൻറ്റ് ഇവിടെ ഭയങ്കര രസമുണ്ട് കാണാൻ. അബൌട്ട് 600 to 700 മീറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് വരുന്നുണ്ട്. ഈ ഒരു ലൈറ്റിൻ്റെ റേഞ്ച് വരുന്നുള്ളത്. അതിന് ഹുഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്താണ് ഈ ഒരു വാഹനം. അതിൽ ചെറിയ ക്യാരക്ടർ ലൈറ്റ്സുകൾ ഈ ഒരു വാഹനത്തിലുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് ലോങ് വീൽ ബേസ് വരുന്നുണ്ട്, മെയ്ബാക്കിൽ വരുന്നുണ്ട്. ആൻഡ് ഇനി സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഇത് 21 ഇഞ്ച് വീലാണ്. ആൻഡ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു ട്രിം എനിക്ക് ഭയങ്കര രസമായി. കാരണം ഇവിടെ ഒന്ന്, ആൻഡ് ഇവിടെ വേറെ പാർട്ടായിട്ട് ഇതൊരൊറ്റ എലമെൻറ്റ്, ഇത് വേറെ എലമെൻറ്റ്, അങ്ങനെ വേറെ എലമെൻറ്റായിട്ടുള്ളതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിവിടെ ബെൻസിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ആൻഡ് മെഴ്സിഡസ് ബെൻസിൻ്റെ തന്നെ ബ്രേക്ക് കാലിപ്പേഴ്സ് സിൽവർ കളറിലാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. 255, 35, 21 ഇഞ്ച് വീലാണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രോമിയം എലമെൻറ്റ് കൊടുക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ലക്ഷറി മീൻസ് മോർ ക്രോം, അതാണ്. ആൻഡ് ഇവിടെയും ആ ഒരു ക്രോം എലമെൻ്റ് ഉണ്ട്. ആൻഡ് മറ്റൊരു കൗതുകം നമ്മൾ റേഞ്ച് റോഡിൽ കണ്ടതുപോലെയുള്ളൊരു എലമെൻ്റാണ് നമ്മുടെ ഡോറ്. അത് ലോക്കായപ്പോൾ ഓട്ടോമാറ്റിക്കലി പോയി. ആൻഡ് അൺലോക്ക് ചെയ്യുമ്പോൾ ആൻഡ് അവിടെ തന്നെ ചെറിയൊരു ലൈറ്റിംഗ് പാനൽ ഉള്ളിലാണെന്ന് തോന്നുന്നു, ഉള്ളിലാണ് കൊടുത്തിട്ട് അല്ല പുറത്താണ്, ഈ ഒരു പാർട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനോട് തന്നെ മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു ലോഗോ അവിടെ നൽകിയിട്ടുണ്ട്.
ആൻഡ് നല്ല വൈഡായിട്ടുള്ള റിയറാണ്, റിയർ ഡോർസാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കത് കാണുന്നുണ്ടാവും എത്രത്തോളം വൈഡാണ് ഈ ഒരു വാഹനം ഉള്ളത്. ആൻഡ് ഇനി റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ഒരു നമ്മുടെ ബിൽഡിങ്സ് ഇങ്ങനെ നമ്മുടെ ദുബായിലൊക്കെ നമ്മൾ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന പോലെ. അതുപോലെ ഒരു ട്രിപ്പിൾ എലമെൻറ്റ് മൂന്ന് ലെയറായിട്ടാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ആണോ ആ വരുന്ന വരെ കണ്ടോ, ഒന്ന് അവിടെ പോയി പിന്നെ ഇങ്ങനെ വന്നു പിന്നെ ഇങ്ങനെ വന്നു, അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. എൻ്റെ മെഴ്സിഡീസിൻ്റെ ഒരു ലെറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എവിടെയും ചെറിയൊരു ക്രോം എലമെൻ്റ് അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അതിനോട് S450 എന്നുള്ളൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട്, പക്ഷെ അത് കവർ ചെയ്താണ്ട് ഒന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൂ. അതിനിവിടെ ഡിഫ്യൂസേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. അതിനിവിടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിനിവിടെ ഫോർമാറ്റിക് എന്ന് വെച്ചാൽ ഇപ്പോൾ എസ് ക്ലാസ് അധികം ഫോർമാറ്റിക്, അതായത് 4 വീൽ ഡ്രൈവിനാണ് ഫോർമാറ്റിക് എന്ന് പറയുന്നത്. 4 വീൽ ഡ്രൈവിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആക്ച്വലി ഈ ഒരു ടയേഴ്സ് ഉണ്ടല്ലോ, റിയറിലെ ടയേഴ്സ് ഒരു 3 ഡിഗ്രി വരെ നമുക്ക് ഓൺ ദ ഡ്രൈവിൽ നമുക്ക് ശരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ദ ബൂട്ട് ഉള്ള അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ അത്യാവശ്യം ഒരു സ്പേസ് എടുക്കുന്നതാണ്. അതിൻ്റെ നല്ല 2 ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇവിടെ ഒരു സോക്കറ്റ് നൽകിയിട്ടുണ്ട്. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഉള്ളിലേക്ക് നോക്കാനെങ്കിൽ ഈ ഒരു ഏരിയ അവിടെ നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെഫ്രിജറേറ്ററൊക്കെ വെക്കാനുള്ളതാണ് ആ ഒരു ഏരിയ. ആൻഡ് ഗസാർട്സ് പറയുന്നതാണ് തോന്നുന്നു. അതിനിവിടെ ഒരു സ്പെയർ ടയറും കൊടുത്തിട്ടുണ്ട്. എല്ലാ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണുള്ളത്. ആൻഡ് എസ് ക്ലാസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് എസ് ക്ലാസ്. അത് കംഫോർട്ട് ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, എല്ലാത്തിലും മെഴ്സിഡീസ് ബെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ലോകത്ത് കൂടുതൽ എന്താ പറയുക ആളുകൾ യൂസ് ചെയ്യുന്നൊരു വാഹനമാണ്. ആൻഡ് ഇതിപ്പോൾ 7th ജനറേഷനാണ്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കിടക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഡോർമിൽ തുടങ്ങാം. എന്നിവിടെ ആ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് നമുക്കിവിടെ ഞാനിപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളത്. ആൻഡ് ഇതൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. സീറ്റ് റിക്ലൈൻ ചെയ്യാം, ഹെഡ് റെസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൺട്രോൾ ചെയ്യാം. 3 സേവിങ് ഫങ്ഷൻസ് ഉണ്ട്. അതിനിവിടെ നമുക്ക് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സീറ്റിങ്ങിൻ്റെ വെന്റിലേഷനാണ്. എൻഡോ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ NC മറ്റെവിടെ കാണാത്തൊരു ഫോർമാറ്റിലാണ് ഇവിടെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് ടച്ച് ചെയ്തിട്ട് നമ്മുടെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് കർട്ടൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ചെറിയ എലമെൻ്റായിട്ട് ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത്. പിന്നെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുള്ളൂ. ആൻഡ് ഇവിടെയും ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു ലെതർ ഫിനിഷിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. ഈസിലി ഗ്രാബ് ചെയ്യാനുള്ളതാണ്. ഞാനിവിടെ ഒരു ടീറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. സ്പീക്കേഴ്സ് ഇവിടെ കാണാനില്ല, ഉണ്ടായിട്ടിട്ടാവും. ഞാനിവിടെ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ലെറ്ററിങ്, സാധാരണ ഇവിടെയൊക്കെ ഒരു ഫ്ലാറ്റായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഞാനിവിടെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സോ നമുക്കിനി ഉള്ളിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണുള്ളത്. ആൻഡ് ഇവിടെ അതൊക്കെ നമുക്ക് വരാം. ആൻഡ് ഇവിടെ ഒരു ഡിഫറെൻ്റ് എലമെൻറ്റിലാണ്. സോ നമ്മളൊക്കെ പണ്ട് ബെൻസിൽ സ്ഥിരമായിട്ട് നമ്മളെ റൗണ്ട് ടർബൈൻ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഒരൊറ്റ കൺസോളിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഫുള്ള് ലൈറ്റ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ആൻഡ് ഇവിടെയാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരുപാട് ബട്ടൺസ് ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അതെല്ലാം പോയി, എല്ലാം ടച്ചായി. എല്ലാം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. എവറിത്തിങ് ക്യാൻ ബി കൺട്രോൾഡ്. ആക്ച്വലി ഇത് അറബിയിലാണ്, അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, അതവിടെ കിട്ടാം. സോ ഇനി സ്റ്റിയറിംഗിലേക്ക് വരണമെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് പ്ലസ് ലെതർ, അങ്ങനെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.
അതിലും ചെറിയൊരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 തരം കളറിൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെ കാണാം. നല്ല സ്റ്റിച്ചിങ് നല്ല ഉഷാറായി ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിവിടെ എല്ലാ കൺട്രോളിങ്ങും നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ആൻഡ് ഇത് ടച്ച് അല്ല. ആൻഡ് ഇവിടെ നമ്മുടെ ഗിയർ നോബ്സ് നൽകിയിട്ടുണ്ട്, പാഡ് ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വൈപ്പേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് ഓട്ടോ പാർക്കിങ്ങിൻ്റെ സ്വിച്ച് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ സിസ്റ്റം ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ 2 ടൈപ്പ് സി പ്ലോട്ടാണ് നൽകിയിട്ടുള്ളത്. 12 വോട്ടൊന്നും ഇല്ല, പക്ഷേ നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയും അതുപോലെ തന്നെ 2 USB ആണ് നൽകിയിട്ടുള്ളത്. ചെറിയൊരു സ്പേസ് ആണ്. ആൻഡ് ഇതിനിടയിലും ചെറുതായിട്ട് എന്തെങ്കിലും വെക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. അയ്യോ കുടുങ്ങി. ആൻഡ് ഇവിടെ അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉള്ളൊരു ഏരിയ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലൈറ്റ് കാണുന്നുണ്ടാവും. ആക്ച്വലി അത് നമുക്കിവിടെ എയർ ഫ്രഷ്നെസ് വെക്കാനുള്ളതാണ്. ആൻഡ് ഒരു പലകക്കണ്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാള ഭാഷ പറയാം. ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ 2 ഡോസിലേക്കും വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെയും അത്യാവശ്യം വലുപ്പമില്ലാത്ത നല്ലൊരു ടച്ച് സ്ക്രീൻ എലമെൻറ്റ് പോലെ ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ നമുക്കിവിടെ ഈസിലി കൺട്രോൾ ചെയ്യാം. ആക്ച്വലി ഇത് അറബിയിലാണ്. ആൻഡ് അതിൽ തന്നെ നമുക്കൊരു മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ലോഗോ ഒക്കെ ഉണ്ട്. ആൻഡ് ഇവിടെയും ചെറിയ പാർക്കിങ്ങിൻ്റെത് ആൻഡ് ഹസാർഡ് വാർണിങ്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഓഫ് ഇറ്റ്. ഓക്കെ, അറബി വീണ്ടും താങ്ക്സ്. ആൻഡ് ഇതിൽ സെറ്റിങ്സ് ഇവിടെ പോയി അറബിയിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതോടെ നിൽക്കട്ടെ. സോ ഇതാണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് പോലും ഒരു ഡിഫറെൻ്റ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇതൊരു ബംസ്റ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. സൗണ്ട് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് അവിടെയൊക്കെ നൽകിയിട്ടുണ്ട്. അതിലും ചെറിയ ഒരു എലമെൻറ്റുകൾ, ഡിസൈൻ എലമെൻറ്റ് നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇവിടെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള നല്ല വലുപ്പമുള്ളൊരു മിറർ. ആക്ച്വലി എല്ലാ മിററും നമുക്ക് ഇവിടെ ഉണ്ടാവരുത്. ഇത് കുറച്ച് എക്സാക്ട് സെൻറ്ററിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ ബെൻലിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ നമുക്കിതാ 2 സൈഡിൽ നമുക്കിത് മറക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒന്ന് ഇവിടെ ഇങ്ങനെ വെക്കാം. സോ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ. പിന്നെ സീറ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സാണ്, ലെതർ സീറ്റ്സാണ്. ആൻഡ് അതിൻ്റെ ഒരു ഡാർക്ക് ഫീല് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടാണ്, ഡാർക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ടാൻ പ്ലസ് ബ്രൗൺ പ്ലസ് ബ്ലാക്ക്, അങ്ങനെ ഒരു 3-4 കോമ്പിനേഷനിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ആൻഡ് നമുക്കിവിടെ കാണാം എത്രത്തോളം ലെഗ് സ്പേസ് ഈ ഒരു ഫ്രണ്ടിൽ ഉണ്ട് എന്നുള്ളത്. ആൻഡ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എസ് ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ഇത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ബിസിനസ് മാഗ്നറ്റ്സ് കംപ്ലീറ്റ് ഡ്രൈവിനേക്കാൾ ഇത് അവർക്ക് ഡ്രൈവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഡ്രൈവിങ്ങിനേക്കാൾ കൂടുതൽ ഇരിക്കാൻ സാധ്യത ഉള്ളത് റിയർ സീറ്റിലാണ്. സോ നമുക്കിനി റിയർ സീറ്റ് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. നമ്മുടെ ബാഗാണ് അവിടെ കിടക്കട്ടെ. ഇനി റിയറിലേക്ക് വാങ്ങണമെങ്കിൽ ഇത് നമുക്ക് 3-ൽ സെറ്റ് ചെയ്യാം. ആൻഡ് ബാക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സീറ്റ് കംപ്ലീറ്റ് റിക്ലൈൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എത്രത്തോളം ലെഗ് സ്പേസ് ഇതിലുണ്ട്. ആൻഡ് the comfort that I'm getting here is just wow. അപ്പോൾ അതാണ് ട്രെൻഡിങ്. കൂടുതൽ ധരിപ്പിക്കുന്നില്ല. ഇവിടെ നമുക്കിവിടെ അൺലോക്ക് ചെയ്യാനുള്ളത് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനിയും യെസ്, ഇപ്പോൾ ഫുള്ളി റിക്ലൈൻഡ് ആണ്. നമുക്കിവിടെ കർട്ടൻസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ സൺ റൂഫിൻ്റെ ഒരു ഭാഗമുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ലൈറ്റ്സ് അത് അവിടെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. യെസ്, നമുക്കവിടെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. 2 സ്വിച്ചുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് നമുക്ക്. ലെറ്റ്സ് ഓഫ് ഇറ്റ്. നല്ല പവർഫുള്ളാണ്. രാത്രികളിലൊക്കെ നമുക്ക് കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്ത് പോകാം. പക്ഷെ അതിവിടെ മിസ്സിങ് ആണ്, അതിവിടെ കാണുന്നില്ല.
ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് അവിടെ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയും ഇതാണ് നമുക്കിവിടെ റിയലിൽ എല്ലാം കൺട്രോൾ ചെയ്യാനുള്ളൊരു നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ഓണായി. ലെറ്റ്സ് ഓഫ് ഇറ്റ്. ആൻഡ് എല്ലാം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. നമ്മുടെ വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കൺട്രോൾ ചെയ്യാറുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, അതിവിടെ പോയി എന്നറിയില്ല. ഇവിടെ ചെറിയൊരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ BMW 7 സീരീസിലാണ് ആദ്യം വന്നത്. അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാവാം. അവിടെ ഒരു ടാബ് ഉണ്ടായിരുന്നു, അതിവിടെ കാണില്ല. ആൻഡ് ഇവിടെ വയർലെസ് ചാർജിങ്, അതെന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒരു വയർലെസ് ചാർജിങ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, സക്സസ്ഫുൾ. ആദ്യമായിട്ടാണ് ഞാനൊരു എൻ്റെ ഫോൺ ഇവിടെ കണക്റ്റ് ആവുന്നത് ഒരു വയർലെസ് ചാർജിങ്ങിൽ. ദാറ്റ്സ് ഓക്കെ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. ആക്ച്വലി ഇത് റെഫ്രിജറേറ്ററിലുള്ളൊരു ഏരിയ ആയിരുന്നു, അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് മടക്കി വെച്ചാൽ 5 പേർക്ക് ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്, ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആക്ച്വലി നമുക്കിത് 4 സീറ്റ് ആയിട്ടാണ്. ഇങ്ങനെ ഇരിക്കാം. ഇതിനാണ് S ക്ലാസ്. ആൻഡ് ആ ഒരു കംഫർട്ടിനെ കുറിച്ച് പറയേണ്ട ഒരാവശ്യമില്ല, കാരണം ഇത് യൂസ് ചെയ്ത ആളുകൾക്ക് അറിയാമെന്നുണ്ടാവും. ഞാനിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എത്ര കംഫർട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലുണ്ടാവും എന്താണുള്ളത്. ആൻഡ് നമ്മുടെ മെയ്ബാക്കിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ കാലൊക്കെ ഫുള്ള് നീട്ടി വെച്ച് കിടന്നുറങ്ങുന്ന പോലെ പോകാനുള്ളൊരു യാത്രാ സിസ്റ്റം അതിലുണ്ടായിരുന്നു. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ലെവലിൽ നമുക്ക് റിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് ഇവിടെ ഇല്ല, അതിവിടെ തൈ സപ്പോർട്ടിൽ ഈ ഒരു വാഹനത്തിലില്ല. ആക്ച്വലി മെയ്ബാക്കിൽ അത് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇവിടെ 2 ടൈപ്പ് C കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബോക്സ് വെക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ആൻഡ് ആക്ച്വലി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ മെഴ്സിഡീസ് ബെൻസിൻ്റെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാനുള്ളൊരു സിസ്റ്റം നമുക്കിപ്പോൾ മെഴ്സിഡീസ് ബെൻസിലുണ്ട്. വിച്ച് യു ഹാവ് ടു പേ മോർ, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ആൻഡ് ഇതാണ് നമുക്ക് റിയറിലെ വിശേഷങ്ങൾ. സോ നമുക്കിനി എൻജിനെ കുറിച്ച് നോക്കാം. ഒരുപാട് ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് 362 ഹോഴ്സ് പവറാണ് ഈ ഒരു വാഹനത്തിൻ്റെത്. ഹോഴ്സ് പവറാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ. ആൻഡ് 500 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ ഒരു വാഹനമുണ്ട്. ആൻഡ് ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അയ്യോ കുടുങ്ങി. ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ രണ്ട് തവണ വേണം. ഇത് 2 തവണ വലിച്ചാലേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊരു V6 എഞ്ചിനാണ്. 6 സിലിണ്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5. ഇത് ഡിനോട്ട് ചെയ്യുന്നത് 6 ആണെന്നുള്ളത്. ആക്ച്വലി ഒരു പ്ലാസ്റ്റിക് കവറിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയൊരു ബെൻസിൻ്റെ ലോഗോ കാണുന്നുണ്ട്. അത് പറഞ്ഞ പോലെ 362 ഹോഴ്സ് പവറാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ. 500 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കും ഉണ്ട്. ഇവിടെ ചെറിയ പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് ഒരുപാട് നൽകിയിട്ടുണ്ട്. അവിടെ ബെൻസിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ആൻഡ് 6 സിലിണ്ടർ ഒരുപാട് വേരിയൻസ് ഉണ്ട്. 350 ഉണ്ടായിരുന്നു, 450 ഉണ്ട്, 500, അതുപോലെ തന്നെ 680, 600, ഒരുപാട് വേരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ 680യുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മെഴ്സിഡീസ് ബെൻസിൻ്റെ S ക്ലാസ്. സോ നമുക്ക് ഈ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ചാവിയുടെ പോയി. ആ ഒരു 6 സിലിണ്ടറിനും അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഉണ്ട്. ജസ്റ്റ് അങ്ങനെ കൂളായി വരുന്നേ ഉള്ളൂ. ഉടനെ നമ്മൾ റേവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കൂളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കമോൺ ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ റേവ് ചെയ്യാൻ പാടില്ല. നമുക്ക് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
That's all about the Mercedes-Benz S-Class. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ. ഒരുപാട് ആളുകളുണ്ട്, ടൈം ലിമിറ്റഡ് ആണ്. ആൻഡ് ആക്ച്വലി ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷമായിരിക്കും അപ്ലോഡ് ചെയ്യുക, ഒന്നും പറയാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ S-Classനെ കുറിച്ച് പറയുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. അണ്ടിൽ വി മീറ്റ് അഗൈൻ. ബൈ ബൈ.